നീറ്റ് 2024 ഓൾ ഇന്ത്യ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, എയിംസ്, ജിപ്മർ ഇതുപോലെ വരുന്ന ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഷെഡ്യൂൾ, ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓൾറെഡി MCC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക. കേരളത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇനി കേരളത്തിൽ അലോട്ട്മെൻറ്റ് വരാനുണ്ടല്ലോ, കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് രജിസ്ട്രേഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. അഥവാ ഫസ്റ്റ് രജിസ്ട്രേഷനിൽ പങ്കെടുത്തു, നിങ്ങൾക്കൊരു കോളേജ് അലോട്ട് ചെയ്തു, നിങ്ങൾ ജോയിൻ ചെയ്തില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും എനിക്കൊരു സീറ്റ് സെക്യൂർ ആണെന്നുള്ളത്. പിന്നീട് സെക്കൻഡ് രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും നടക്കുക. MCCയിൽ ഡിഫറൻ്റ് ആണ്. ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സീറ്റ് മെട്രിക്സ് ആണ് ആദ്യം പബ്ലിഷ് ചെയ്യുക. എത്ര സീറ്റ് അവൈലബിൾ ആണ്, ഏതൊക്കെ കോളേജുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജിലും ഓരോ കാറ്റഗറി വൈസുള്ള സീറ്റുകൾ, അതിൻ്റെ സീറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 14 ഓഗസ്റ്റിൻ്റെയും അതേപോലെ 16 ഓഗസ്റ്റിൻ്റെ ഇടയിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ പറയുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷനും പേയ്മെൻറ്റും നിങ്ങൾക്ക് ആരംഭിക്കുന്നത് 14th ഓഗസ്റ്റ് ടു 21st ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആരംഭിക്കുക. അതായത് ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ഒരു പേയ്മെൻറ്റ് അടക്കണം. രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5500 അല്ലെങ്കിൽ 11,000 രൂപയ്ക്ക് ആയിരിക്കും. അതിൽ 5000, 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് റീഫണ്ട് ആയിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഈ പേയ്മെൻറ്റും അടക്കാനുള്ള ഓപ്ഷൻസാണ്, ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഏകദേശം നിങ്ങൾക്ക് 14 മുതൽ 21st വരെ. അപ്പോൾ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? ഓൾ ഇന്ത്യയിലെ എല്ലാ സീറ്റുകളിലേക്കും നിങ്ങൾക്ക് കൊടുക്കാം. എയിംസ് കൊടുക്കാം, ജിപ്മർ കൊടുക്കാം, അതേപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള ഗവൺമെൻറ് കോളേജിലെ 15% സീറ്റിലേക്ക് ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, ESI കോട്ട, ഇതെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ഓർക്കുക. അതിനുശേഷം ചോയ്സ് ഫില്ലിംഗ് ഓക്കെ കഴിഞ്ഞതിന് ശേഷം സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 21st to 22nd ആണ്. റിസൾട്ട് 23rd പബ്ലിഷ് ചെയ്യും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് 23rd പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 24th മുതൽ 29th വരെ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ആൻഡ് ജോയിനിങ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കോളേജിൽ അതിൻ്റെ വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിംഗ് അവിടെ അവസാനിക്കും. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആരംഭിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റും ഇതേപോലെ സീറ്റ് മെട്രിക്സ് അവർ 4th മുതൽ 5th വരെ പബ്ലിഷ് ചെയ്യും. ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തവരും വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇവിടെ ചോയ്സ് ഫില്ലിംഗ് അവർ വീണ്ടും നടത്തണം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്ന ചോയ്സ് ഫില്ലിംഗ് അനുസരിച്ചല്ല, ഇവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും ചോയ്സ് ഫില്ലിംഗ് നടത്താം. ആ ചോയ്സ് ഫില്ലിങ്ങിന് നിങ്ങൾക്ക് 5th സെപ്റ്റംബർ മുതൽ 10th സെപ്റ്റംബർ വരെയാണ് അവസരം ഉണ്ടാവുക. അതിനുശേഷം ഇതിൻ്റെ റിസൾട്ട് വരുന്നത് 13th സെപ്റ്റംബറിനായിരിക്കും. 14th to 20th സെപ്റ്റംബർ ആയിരിക്കും നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം. 21st to 22 സമയം വരെ MCCൻ്റെ വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആവും. ഇവിടെയും സെക്കൻഡ് ഓപ്ഷൻസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആവും. പിന്നീട് വരുന്നതാണ് മോപ്പപ്പ് അഥവാ തേർഡ് റൗണ്ട് എന്ന് പറയുന്നത്. ഇത് 1 മുതൽ 2 തേർഡിലൊക്കെ BSc നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി ഇതിൽ അപേക്ഷിക്കാം. ഇതിൻ്റെ അപ്പോഴത്തെ സീറ്റ് മെട്രിക്സ് 25th മുതൽ 26th വരെയുള്ള സമയത്ത് സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്യും. രജിസ്ട്രേഷന് നിങ്ങൾക്ക് 26th മുതൽ ഒക്ടോബർ 2 വരെ അവസരം ഉണ്ടാവും. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് 5th ഒക്ടോബറിന് പബ്ലിഷ് ചെയ്യുകയും 6th മുതൽ 12th വരെ റിപ്പോർട്ടിംഗ് ടൈമും 13th മുതൽ 15th വരെ വെരിഫിക്കേഷൻ സമയമായിരിക്കും. പിന്നീട് 4ാമത്തെ അലോട്ട്മെൻറ്റ് അഥവാ ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ടാണ്. ഈ ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ടിലും നിങ്ങൾക്ക് വീണ്ടും ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 16th ഒക്ടോബർ മുതൽ അഥവാ 20th ഒക്ടോബർ വരെയുള്ള സമയത്തായിരിക്കും അതിൻ്റെ സമയം എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് 23rd ഒക്ടോബറിനും റിപ്പോർട്ടിംഗ് ടൈം 24th to 13th ആയിരിക്കും. അതിൻ്റെ വെരിഫിക്കേഷൻ ടൈം കൊടുത്തിട്ടില്ല. ഇങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് നടക്കുന്ന MCCയുടെ അലോട്ട്മെൻറ്റുകൾ വളരെയധികം ശ്രദ്ധാപൂർവ്വമാണ് നിങ്ങൾ ആപ്ലിക്കേഷനെല്ലാം കൊടുക്കേണ്ടത്. അത് സംബന്ധിച്ച ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ താമസിയാതെ പബ്ലിഷ് ചെയ്യും. ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ജാഫർ സാദിഖ് കൂടെ അവൈലബിൾ ആണ്. അദ്ദേഹം പെയ്ഡ് സർവീസ് നടത്തുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസുള്ള വ്യക്തിയാണ്. അത്തരം എക്സ്പേർട്ടുകളുടെ ഹെൽപ്പ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.